പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരാഴ്ചയായിട്ട് ക്ഷേമ പെൻഷൻ കാത്തിരിക്കുകയാണ്. സാധാരണ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയ ക്ഷേമ പെൻഷന് വേണ്ടി ഇതുപോലെ ബുദ്ധിമുട്ടിയ ഒരു മാസമില്ല. കാരണം പല തവണ തീയതികൾ മാറ്റിയും മറിച്ചും ഇന്നായിട്ട് നാളെയാട്ടെ 2 ദിവസത്തിനകം ലഭിക്കും. ഇതുപോലെ പറഞ്ഞ് അവസാനം തുകയുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ ഷെയർ ചെയ്ത് തരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നോക്കാം, നമുക്ക് ഈ മാസം 24-ാം തീയതിയോടുകൂടി ക്ഷേമ പെൻഷൻ ലഭ്യമാകുമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് ലഭിച്ചിരുന്നത്. ഇതേ തുടർന്ന് നമ്മൾ പത്രങ്ങളിലടക്കം ഇതിൻ്റെ അറിയിപ്പുകൾ വരികയും തുക 24-ാം തീയതി മുതൽ തന്നെ ലഭ്യമാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങുന്ന വാർദ്ധക്യത്തിൽ ബുദ്ധിമുട്ടുന്ന വിധവകളായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രായമുള്ള ആളുകൾ ഇവരെല്ലാവരും കാത്തിരുന്നൊരു സമയമായിരുന്നു. പക്ഷേ 24-ാം തീയതി മാറി 25-ആയി 26-ആയി ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്തില്ല. പക്ഷേ അതിനിടയ്ക്ക് കൈകളിലേക്ക് തുക വിതരണം ആരംഭിച്ചു. കൈകളിലേക്ക് തുക എത്തുന്ന ആളുകളുടെ വിതരണം ആരംഭിച്ചിരുന്നു. ആദ്യം അവർക്കാണ് ലഭിച്ചത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അറിയിപ്പുകൾ പ്രകാരം കയ്യിലേക്ക് ലഭിക്കുന്ന തുക കുറച്ച് താമസമുണ്ടെന്നായിരുന്നു. പക്ഷേ നേരെ തലതിരിഞ്ഞുള്ള അവസ്ഥയായിരുന്നു കാണിച്ചത്. എന്ത് ചെയ്യണോ അത് നേരെ തലതിരിച്ച് കാണിച്ച്. അപ്പോൾ കൈകളിലേക്കുള്ള തുക ആദ്യം വിതരണം ചെയ്യുകയും അതിനുശേഷം 27-ാം തീയതി തുക വിതരണം ചെയ്യുമെന്ന് പറഞ്ഞു. 27-ാം തീയതി ആയിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു അനക്കമില്ല. അപ്പോൾ അതിനുശേഷം അധികൃതരെ വിളിച്ചു. അപ്പോൾ ഇവർ തന്നെ പറയുകയാണ് ഈ ഒരു തുക എത്തുന്നത് 30-ാം തീയതി ആയിരിക്കും. 30-ാം തീയതി അടുത്ത ഒരു ഡേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. നോക്കണേ, നമ്മൾ 24-ാം തീയതി മുതൽ കാര്യങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ 30-ാം തീയതിയിലേക്ക് എത്തുമെന്ന് DBSL അധികൃതർ തന്നെ 28, 29 നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ എന്ത് കാരണത്തിന്റെ പേരിലാണ് വയോജനങ്ങളായിട്ടുള്ള ബാങ്കിൽ പോയി എനിക്ക് തോന്നുന്നത് ക്ഷേമ പെൻഷൻ ഇന്നു മുതൽ തന്നെ 24-ാം തീയതി പലരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ചെക്ക് ചെയ്യുക. എന്നിട്ട് അത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ നടപടി മാത്രമായി അത് ചുരുങ്ങി പോകുന്ന സാഹചര്യം. ജനങ്ങൾ വലിയ രീതിയിൽ തന്നെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒന്നാണ് ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത്. 3200 രൂപയാണ് ഈ പ്രാവശ്യം. കാരണം എന്ത് തരാൻ പറ്റുന്ന കാര്യം ആളുകൾ നമ്മളോട് അവർക്ക് തന്നെ വളരെ മോശമായിട്ടുള്ള ഡേറ്റ് പറയാൻ സാധിക്കും. നമുക്കിത് അല്ലെങ്കിൽ തുക എന്നുള്ളതല്ല, നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. പോലും പറയുന്ന കാര്യം സാഹചര്യം എല്ലായിടത്തേക്ക് എത്തിക്കുന്നു എന്നുള്ളത് മാത്രമേ. ഒരു എക്സാക്ട് ആയിട്ടുള്ള ഒരു ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ചോദിക്കുന്നുണ്ട് കൊടുക്കുന്ന ഒരു രീതിയാണല്ലോ പറയുന്നത്. ചോദിക്കുന്ന സമയത്ത് എന്തോ ഔദാര്യം കൊടുക്കുന്ന പോലെ അവർക്ക് തോന്നുന്നു. ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഭാഗമായിട്ട് തുക പറയേണ്ട ആവശ്യം പോലും അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസം ലഭിക്കും എന്നുള്ളൊരു കാര്യം. ഇത് 30-ാം തീയതി അവസാനിപ്പിക്കേണ്ട നടപടികളൊക്കെ വരികയാണ്. അപ്പോൾ ഒരുപാട് നല്ലതായിരുന്നു എന്ന് പലരും പറയുന്നത്. കൂടുതൽ ഇതുപോലുള്ള നടപടിക്രമങ്ങളായിട്ട് സർക്കാർ ദിവസം കൂടി ഒന്ന് മുൻകൂട്ടി കാണേണ്ടതായിട്ട് എത്തുമോ എന്നുള്ളൊരു കാര്യം. ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക. ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചു. ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള